വെൽക്കം ടു എ ലേസി സെൽഫ് കെയർ വ്ളോഗ്. ആദ്യമൊക്കെ പിടിച്ച മുകളിലേക്ക് വാരിക്കെട്ടുക. Summer season is here, so maximum hydrate yourself. Don't forget about your lips. Facial hairs remove ചെയ്യാൻ വേണ്ടിയിട്ട് I use this mini trimmer. ഞാനിത് കുറച്ചധികം കാലമായി യൂസ് ചെയ്യുന്നു. ആക്ച്വലി ഇത് നല്ലൊരു വർത്ത് ദ മണി പ്രൊഡക്റ്റ് ആണ്. ഒക്കെ അലർജി ഉള്ളവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. സർക്കുലർ മോഷനിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യേണ്ടത്. ഇത് ഐബ്രോസിനും ഫേഷ്യൽ ഹെയർസിനും വേണ്ടിയിട്ടാണ് മെയിൻലി. ബട്ട് ഐബ്രോസിൽ ഇത് അത്ര അങ്ങോട്ട് വർക്ക് ആവുമെന്ന് എനിക്ക് തോന്നുന്നു. ഒരു ഹെഡ് പോർഷൻ ഡിറ്റാച്ചബിൾ ആണ്. ഒരു ബ്രഷും ഇതിന്റെ കൂടെ വരും. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി. ട്രിമ്മിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു വെറ്റ് വൈപ്സ് എടുത്തിട്ട് നല്ലോണം ഫേസ് ഒന്ന് ക്ലിയർ ചെയ്തെടുക്കുക. പിന്നെ ഞാനിവിടെ ചെയ്യുന്ന ഒരു നോർമൽ റൂട്ടീൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മോയ്സ്ചറൈസർ ഏതെങ്കിലും എടുക്കുക. എന്നിട്ട് അത് ഓൾ ഓവർ ഫേസിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫേസ് റോളറും ഗുവാഷയും വെച്ച് ചെയ്താൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. എൻ്റെ ഗുവാഷ പൊട്ടിപ്പോയി. ഓൾസോ ഫേസ് റോളർ ആണെങ്കിൽ കാണാനും ഇല്ല. ഇതിൽ കാണുന്ന സ്റ്റെപ്സ് എല്ലാം എനിക്ക് പേഴ്സണലി ഒരുപാട് വർക്കായിട്ടുള്ള സാധനമാണ്. ഞാൻ കുറേ കാലം കൊണ്ട് ഈ ഒരു സ്റ്റെപ്സ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്ത് വരുന്നത്. സ്കിൻ കെയറിൽ മാൻഡേറ്ററി ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു സ്റ്റെപ്പാണ് വൺസ് ഇൻ എ വീക്ക് ഇങ്ങനെ ഒരു ഫേഷ്യൽ മസാജ് എടുക്കുക. ഒരു ഫേസ് പാക്ക് ഇട്ടിട്ട് കഴുകി കളയുമ്പോൾ കിട്ടുന്ന സെയിം എഫക്റ്റ് തന്നെയാണ് ഈ ഒരു ഫേഷ്യൽ മസാജ് കഴിഞ്ഞാലും നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റുക. നൈറ്റ് സ്കിൻ കെയറിൻ്റെ ഭാഗമായിട്ട് ഒരു റെറ്റിനോൾ സെറം ഒക്കെ യൂസ് ചെയ്തിട്ട് ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ സ്കിൻ കെയറിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അത് കുറച്ചും കൂടി ബെനിഫിഷ്യൽ ആയിരിക്കും. ഇറ്റ്സ് ഓൾ അബൌട്ട് ടുഡേ. താങ്ക് യു ഫോർ വാച്ചിങ്.